വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഗോൾഡ് വളരെ സ്ട്രോങ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ചെറിയൊരു മൈനർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് കടന്നു പോയാൽ മാർക്കറ്റ് ഒരു പക്ഷെ വീണ്ടും മുകളിലോട്ട് നല്ലോണം കയറി പോകാൻ സാധ്യതയുണ്ട്. സോ ആ കയറി പോകാൻ സാധ്യതയുള്ള അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനമായും വൺ ഡേ ചാർട്ടിൽ നോട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇത് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ് ചെയ്യാൻ ന്യൂസ് വേണമെന്നൊന്നുമില്ല. അതൊന്നും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചാർട്ടിലോട്ട് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. ഏറ്റവും താഴെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും താഴത്തെ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 3157.938 ആൻഡ് 3179.178. അതിന്റെ മുകളിൽ വരുന്നത് 3218.904 ആൻഡ് അതിന്റെ മുകളിൽ വരുന്നത് 3207.104 ആൻഡ് 3252.337 ആൻഡ് 3241.717. ഇനി മുകളിലോട്ടുള്ള റെസിസ്റ്റൻസിന്റെ ആണ് 3306.223 ആൻഡ് 3291.277. അടുത്തത് 3347.523 ആൻഡ് 3336.510. അഗൈൻ 3391.970, 3380.563. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് കാണാം മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇപ്പോ പോകാനുള്ള സാധ്യത എന്ന് പറയുന്ന ഒരു ലെവല് ഈ ഒരു ലെവലാണ്. ഈ ലെവൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷെ മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വരാം. അതായത് ഇവിടേക്ക് പോയതിനു ശേഷം അല്ലെങ്കിൽ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തതിനു ശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും വരാം. ഒന്നല്ലെങ്കിൽ ഈ ലെവലിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്കോ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊരു ബൈ എൻട്രി വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. വിത്ത് കൺഫർമേഷനോട് കൂടിയിട്ട് ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 50 മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് കുറച്ചുണ്ട്. ഈ ലെവൽ 50 മിനിറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഒരു സപ്ലൈയും കൂടി നടന്നൊരു ഏരിയ ആണ്. അപ്പൊ ഈ ലെവല് ഒന്ന് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുകളിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒക്കെ നോക്കിയാൽ കാണാം ഇവിടേക്ക് അത്യാവശ്യം മോശമില്ലാതെ സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. അപ്പൊ ഇവിടേക്കൊക്കെ എത്തുകയാണെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ട്രേഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം, ചിലപ്പോൾ ഇവിടേക്ക് എത്താതെ ഈ താഴോട്ടേക്ക് എത്താതെ തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ കളിച്ചിട്ട് ഒരു പക്ഷെ ഒരു ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ബ്രേക്ക്ഔട്ട് ആണെങ്കിലും ഇവിടെ ശ്രദ്ധിക്കണം. എനിവേ എങ്ങനെ ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നു, എങ്ങനെ മൂവ്മെന്റ് സംഭവിക്കുന്നു എന്നല്ല നോക്കേണ്ടത്. അടയാളപ്പെടുത്തിയ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉദാഹരണത്തിന് ഈ ഒരു ലെവൽ ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് ഏരിയകളാണ് ഈ ലൈനും ഈ പറഞ്ഞ ഈ ഒരു പ്രൈസ് റേഞ്ചും ഉള്ളതും. അപ്പൊ അവിടെ നിന്നും ഇതുപോലെ തന്നെ മുകളിലോട്ട് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ നല്ല രീതിയിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ ആണ് ഇവിടെ. ഈ പറഞ്ഞ ഏരിയകളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും മൂവ്മെന്റ് അതേപോലെ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം പലപ്പോഴും മൂവ്മെന്റ് നമുക്ക് ലൈവ് മാർക്കറ്റിലാണ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏരിയാസിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തരാനുള്ള സാധ്യതയാണോ അതോ റിവേഴ്സൽ തരാനുള്ള സാധ്യതയാണോ എന്നുള്ള കൺഫർമേഷൻ നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ
ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.